ഹായ് എല്ലാവർക്കും നമസ്കാരം. സെറ്റിന്റെ പഠിത്തമൊക്കെ നന്നായിട്ട് പോകുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടറ്റ് കാറ്റഗറി 3 ഇംഗ്ലീഷിന്റെ ഒരു ഓറിയന്റേഷൻ അല്ലെങ്കിൽ സിലബസ് ഡിസ്കഷൻ വീഡിയോ ആണ്. അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്, എത്ര മാർക്കിന് വരും എന്നുള്ളത് തൊട്ട് ഫുൾ സിലബസ് നമ്മൾ ഡിസ്കസ് ചെയ്യും. എന്തൊക്കെ വരും എന്നുള്ളതിൽ നിങ്ങൾക്ക് കൃത്യമായ ഒരു ലോജിക്, ഒരു അവലോകനം നിങ്ങൾക്ക് ഇത് കഴിയുമ്പോഴേക്കും കിട്ടും. അപ്പോൾ തീർച്ചയായിട്ടും ഇത് മുഴുവൻ കാണാൻ ശ്രമിക്കുക. മുഴുവൻ കാണുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ ഒരു ഐഡിയ കിട്ടുള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. നമ്മുടെ ചാനലിൽ കൂടുതൽ ലിറ്ററേച്ചർ അല്ലെങ്കിൽ ഇംഗ്ലീഷ് റിലേറ്റഡ് അല്ലെങ്കിൽ കേരളത്തെ നെറ്റ് സെറ്റ് റിലേറ്റഡ് വീഡിയോസിനായിട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാം. ഇനി ഇതൊന്നും ചെയ്തിട്ടില്ലെങ്കിലും ഇത് നിങ്ങൾക്ക് പഠിക്കുന്ന ഒരു കൂട്ടുകാരന് ഇഷ്ടമായെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. ബാക്കിയെല്ലാം നിങ്ങളുടെ ഇഷ്ടം അല്ലേ? ഓക്കെ, ഇത് ആർക്കാണ് എഴുതാൻ പറ്റും നമുക്കറിയാം. ബാച്ചിലേഴ്സ് ഡിഗ്രിയും ബി എഡും കഴിഞ്ഞ ഒരാൾക്കിത് അല്ലെങ്കിൽ കേട്ടറ്റ് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ കേട്ടറ്റ് എഴുതുന്നതിന് മിനിമം മാർക്ക് എത്ര പെർസെൻറ്റേജ് വേണം നിങ്ങൾക്ക്? രണ്ടിനും, നിങ്ങളുടെ ഡിഗ്രിക്കും നിങ്ങളുടെ ബി എഡിനും 45% ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് എഴുതാൻ പറ്റും. വിച്ച് മീൻസ് 50% ആണ് സാധാരണ ഒരു ക്വാളിഫയിങ് മാർക്കാണ് വെക്കുന്നത്. 45 ഉണ്ടെങ്കിൽ എഴുതാൻ പറ്റും. ഇനി ഇതിലുപരിയായിട്ട് തേർഡ് സെമസ്റ്റർ തൊട്ടുള്ള കുട്ടികൾക്ക് ഇത് എഴുതാൻ പറ്റും. അതായത് നിങ്ങളിപ്പോൾ ഫസ്റ്റ് ഇയർ കഴിഞ്ഞു, സെക്കൻഡ് ഇയർ തുടങ്ങി, നിങ്ങളുടെ തേർഡ് സെമസ്റ്ററിൽ നിങ്ങൾ പ്രാക്ടിക്കലിനൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണെങ്കിൽ ഇനി വരുന്ന കേട്ടറ്റിന് നിങ്ങൾക്കിത് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി സുപ്രീം കോർട്ട് വിധിയുണ്ട്. അത് നമ്മളുടെ പ്രിയപ്പെട്ട ഇൻ സർവീസ് ടീച്ചേഴ്സിനാണ്. 2 വർഷത്തിനുള്ളിൽ നിങ്ങൾ കേട്ടറ്റ് പാസ്സായിരിക്കണം എന്നുള്ളത് സുപ്രീം കോടതി വിധിയാണ്. അതിനെ നമുക്ക് ഇനി ഒരിക്കലും മറികടക്കാൻ പറ്റില്ല. അപ്പൊ ഇൻ സർവീസ് ടീച്ചേഴ്സും തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുകയാണെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചേക്കുക. ഇനി കേട്ടറ്റ് പരീക്ഷയുടെ വിജയ ശതമാനം എന്ന് പറയുന്നത് ഇപ്പോൾ കേരളത്തിലെ അവസ്ഥയിൽ 4 മുതൽ 5% വിച്ച് മീൻസ് 100 പേര് എഴുതിയാൽ 4 5 ആൾക്കാരാണ് ഉണ്ടായിരുന്നത്. ഇത് കഴിഞ്ഞ 6 മാസത്തിന് മുൻപുള്ള കേട്ടറ്റ് റിസൾട്ടിന്റെ ഒരു ഒരു റിസൾട്ടാണ്. ഫൈൻ. അതായത് ഒരു 6 മുതൽ 12 മാസം മുൻപ് വരെയുള്ള റിസൾട്ടാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഈ കഴിഞ്ഞ കേട്ടറ്റ് വളരെയധികം ലിബറൽ ആയിരുന്നു. കുറേ ആൾക്കാർ പാസ്സായിട്ടുണ്ട്. ഇനി ഉള്ളത് തൊട്ട് നിങ്ങൾ പ്രതീക്ഷിക്കരുത്. കാരണം മിനിഞ്ഞാന്ന്, അതായത് ഈ ഓഗസ്റ്റ് ഫസ്റ്റ് വീക്ക് നടന്ന ഇൻ സർവീസ് ടീച്ചേഴ്സിന്റെ പരീക്ഷ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് ടഫായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇതിന് മുൻപേ 6 മാസം മുൻപ് ഫെബ്രുവരിയിൽ നടന്ന പരീക്ഷയിൽ കുറേ അധികം ഇൻ സർവീസ് ടീച്ചേഴ്സ് പാസ്സായിട്ടുണ്ട്. ഈ പരീക്ഷ അതുപോലെ അത്ര എളുപ്പമായിരുന്നില്ല എന്നാണ് നമുക്ക് അതിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ മനസ്സിലാവുന്നത്. ഓക്കെ, ഇനി കാറ്റഗറി 1 എന്ന് പറയുന്ന LP ടീച്ചേഴ്സിന് വേണ്ടിയിട്ടാണ്. 2 എന്ന് പറയുന്നത് UPയിലേക്കാണ്. കാറ്റഗറി 3 എന്ന് പറയുന്ന ഹൈസ്കൂൾ ടീച്ചേഴ്സിനാണ്. 4 എന്ന് പറയുന്നത് നമ്മളുടെ ഈ സബ്ജക്ട് ടീച്ചേഴ്സിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, നമ്മൾ ഇന്ന് നോക്കുന്നത് നമ്മുടെ പ്രധാനപ്പെട്ട ഏരിയ ആയിട്ടുള്ള, അല്ലെങ്കിൽ നമ്മൾ ഈ ചാനൽ കൂടുതൽ റൺ ചെയ്യുന്നതായിട്ടുള്ള കാറ്റഗറി 3 ഇംഗ്ലീഷിന്റെ സിലബസ് ഡിസ്കഷന് വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇനി ഇത് നടത്തുന്നത്, കേട്ടറ്റ് പരീക്ഷ നടത്തുന്നത് കേരള പരീക്ഷാ ഭവനാണ്. ഇനി പേപ്പർ 1 ആൻഡ് 2 എന്നീ 2 സബ്ജക്ട് ഏരിയകളിലേക്ക് ഇവര് കാറ്റഗറി 3 പരീക്ഷയെ വിഭജിക്കുന്നുണ്ടാകും നമ്മൾ പറയും തീർച്ചയായിട്ടും. അപ്പോൾ പേപ്പർ 1ലേക്ക് വരുമ്പോൾ ജനറൽ ആൻഡ് പെഡഗോഗിയാണ് അവിടെ വരുന്നത്. 2ലേക്ക് വരുമ്പോൾ നിങ്ങളുടെ സബ്ജക്ട് റിലേറ്റഡ് മാത്രമായിട്ടുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. ഓക്കെ, OMR എക്സാം ആയിരിക്കും. 150 മാർക്കിനായിരിക്കും പരീക്ഷ ഉണ്ടായിരിക്കുക. അതായത് നിങ്ങൾക്ക് സാധാരണ ഒരു PSC പരീക്ഷ എഴുതുന്ന പോലെ പെന്നും പേപ്പറും ഒക്കെ എടുത്തു പോയി അവിടെ ഇരുന്ന് ഹോളിലിരുന്ന് ടെൻഷൻ അടിച്ച് OMR പൂരിപ്പിച്ച് പരീക്ഷ എഴുതേണ്ടതാണ്. 150 മാർക്കിനായിരിക്കും കേട്ടറ്റ് പരീക്ഷകൾ ഉണ്ടാവുക. കേട്ടറ്റ് കാറ്റഗറി 3 150 മാർക്കിനാണ് ഉണ്ടാവുക. 2.5 മണിക്കൂറാണ് പരീക്ഷ ഉണ്ടാവുക. ഇനി നമുക്ക് കേട്ടറ്റ് കാറ്റഗറി 3യുടെ ഒരു ഡിസ്കഷനിലേക്ക് കടക്കാം. നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഇരിക്കുമ്പോൾ 3 ക്വസ്റ്റ്യൻ പേപ്പർ ആയിട്ടായിരിക്കും നിങ്ങൾക്ക് പരീക്ഷയിൽ കിട്ടുന്നത്. ഓക്കെ, 3 ക്വസ്റ്റ്യൻ പേപ്പർ. ഒന്ന് നിങ്ങളുടെ പാർട്ട് 1 എന്ന് പറയുന്ന അഡോളസെന്റ് സൈക്കോളജി, തിയറി ഓഫ് ലേണിംഗ്, ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് തുടങ്ങിയ മേഖലകളിൽ നിന്ന് വരുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ. അതിൽ 40 ചോദ്യങ്ങൾ 40 മാർക്കിനുണ്ടായിരിക്കും. പാർട്ട് 2 ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് കിട്ടും പരീക്ഷ എഴുതുമ്പോഴോ, അല്ലെങ്കിൽ ചില പരീക്ഷാ സെന്ററുകളിൽ ആദ്യം തന്നെ തരും, ചിലയിടത്ത് തരില്ല, ചിലയിടത്ത് ഒന്നാമത്തെ കഴിഞ്ഞിട്ടേ തരൂ എന്ന് പറയും. പാർട്ട് 2വിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി കാണാം. അതായത് നിങ്ങൾക്ക് ഒന്നുകിൽ ഈ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള 30 ചോദ്യങ്ങൾക്ക് ഇംഗ്ലീഷ് ഭാഷയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ എഴുതാം, അല്ലെങ്കിൽ മലയാളവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് എഴുതാം. നിങ്ങൾ എപ്പോഴും ഇംഗ്ലീഷ് കാറ്റഗറി 3 ഇംഗ്ലീഷ് ടീച്ചേഴ്സ് ആകുന്നതുകൊണ്ട് നിങ്ങൾ
നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇംഗ്ലീഷ് തന്നെ കൊടുക്കാൻ ശ്രമിക്കുക. ഇതിൽ ബേസിക് ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളാണ് വരിക. ഓക്കെ, ബേസിക് അത് നമ്മൾ വിശദമായിട്ട് പറയും. ഇപ്പം 40 മാർക്ക് സൈക്കോളജി ആയിട്ട് റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പറിൽ 30 മാർക്ക് നിങ്ങൾക്ക് മലയാളം അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ നിന്ന് വരും. അപ്പോൾ 70 മാർക്കായി. ബാക്കിയുള്ള 80 മാർക്ക് ഇറ്റ് യുവർ കോർ പേപ്പർ എന്ന് പറയുന്നത് വരുന്നത് സബ്ജക്ട് സ്പെസിഫിക് ആണ്. 80 മാർക്ക് വരുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചറിൽ നിന്നായിരിക്കും. കൂടെ പെഡഗോഗി ഉണ്ടായിരിക്കും. ഫൈൻ, പെഡഗോഗി ഉണ്ടായിരിക്കും, ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ഉണ്ടായിരിക്കും. നിങ്ങൾ നിങ്ങളുടെ ഡിഗ്രി കഴിഞ്ഞവരായിരിക്കാം, PG കഴിഞ്ഞവരായിരിക്കാം. ലിറ്ററേച്ചറിൽ തറോ ആവാതെ നിങ്ങൾക്ക് ഒരിക്കലും കേട്ടറ്റ് കാറ്റഗറി 3 ഇംഗ്ലീഷ് പാസ് ആവാൻ പറ്റില്ല. 80 മാർക്കിന് അവിടെ ചോദ്യം വരും. ഓക്കെ, നിങ്ങളിപ്പോൾ 10-20 ഇപ്പം 40 മാർക്കിന്റെ ഒരു സൈക്കോളജി ആണെങ്കിൽ മാക്സിമം നമുക്ക് എത്ര പോയാലും ഒരു 30-35 മാർക്കാണ് കിട്ടുക. ബാക്കിയുള്ളതിലും ഇതിൽ കിട്ടും. ഇത് മാക്സിമം പറയുന്നു. അതിൽ എത്ര കുറയുന്നു അത്രത്തോളം മാർക്ക് നിങ്ങൾക്ക് എടുക്കേണ്ടത് ഒരു മീഡിയം ആവറേജ് ലെവൽ ലേണർ ആണെങ്കിൽ ഒരു 20-25 മാർക്കാണ് രണ്ടിൽ കിട്ടുക. ബാക്കി മിനിമം നിങ്ങൾക്ക് 50 മാർക്കോളം കിട്ടേണ്ടത് നിങ്ങളുടെ ലിറ്ററേച്ചറിൽ നിന്നാണ്, നിങ്ങളുടെ കോർ പേപ്പറിൽ നിന്നാണ്. ഓക്കെ, അതില്ലാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല, നിങ്ങൾ പാസ്സാവില്ല. ഓക്കെ, അതാണ് അതിന്റെ സത്യാവസ്ഥ എന്ന് പറയുന്നത്. പേടിപ്പിക്കാൻ പറയുന്നതല്ല, ഇതാണ് അതിന്റെ സത്യം. കാരണം നിങ്ങൾക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചറിൽ എക്സ്പീരിയൻസ് ഇല്ല, അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെ ഇംഗ്ലീഷ് ടീച്ചറായിട്ട് ഹൈസ്കൂളിലേക്ക് പോകും? അതുകൊണ്ടാണ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചറിന് 80 മാർക്കിന്റെ ചോദ്യങ്ങൾ വരുന്നത്. ഓക്കെ, സിലബസ് നോക്കാം നമുക്ക്. ആദ്യം തന്നെ അഡോളസെന്റ് സൈക്കോളജി, തിയറി ഓഫ് ലേണിംഗ്, ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്. ഓക്കെ, അഡോളസെന്റ് സൈക്കോളജിയിൽ അഡോളസെൻസ് എന്ന് പറയുന്ന ഏരിയ എന്ന് ചോദ്യം വരും. നേച്ചർ ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ്, മെത്തേഡ്സ് ഓഫ് സ്റ്റഡി, പ്രിൻസിപ്പിൾ ഓഫ് ഡെവലപ്മെന്റ്, റോൾ ഓഫ് ഹെറിഡിറ്റി ആൻഡ് എൻവയോൺമെന്റ്, എൻവയോൺമെന്റൽ നീഡ്സ്. അത് ഏതൊക്കെ തരത്തിൽ വരാം? സൈക്കോളജിക്കൽ, ഇന്റലക്ച്വൽ, ലാംഗ്വേജ്, ഇമോഷണൽ, സോഷ്യൽ. അതുപോലെ വാട്ട് ആർ ഡെവലപ്മെന്റൽ ടാസ്ക് എന്ന് ചോദിച്ചേക്കാം. അടുത്തത് പ്രോബ്ലംസ് ഓഫ് അഡോളസൻസ്, ഐഡന്റിറ്റി ക്രൈസിസ്, അണ്ടർ അച്ചീവ്മെന്റ്, പിയർ പ്രഷർ, സബ്സ്റ്റൻസ് അബ്യൂസ്, ഹെൽത്ത് പ്രോബ്ലം, അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസം, ചാലഞ്ചസ് ആൻഡ് റെമഡീസ്. ഓക്കെ, അഡോളസൻറ്റ് സൈക്കോളജിയാണ്. നമ്മൾ പഠിപ്പിക്കുന്ന കുട്ടികളുടെ പ്രായം എന്ന് പറയുന്നതും ഒരു 12-13 തൊട്ട് മുകളിലേക്കുള്ളവരായിരിക്കും, 15-16 വരെയുള്ളവർ. ഓക്കെ, അടുത്തത് ഡെവലപ്മെന്റൽ തിയറീസ്, പിയാഷെ, ബ്രൂണർ, ഫ്രൂയിഡ്, എറിക്സൺ, കോൾബർ തുടങ്ങിയ എല്ലാവരെ കുറിച്ചും ഇവരുടെയൊക്കെ ക്ലാസ് റൂം ഇംപ്ലിക്കേഷൻ ലെവലിൽ നിന്നിട്ടുള്ള ഒരു പുതിയ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അല്ലാതെ ആരെന്ത് കണ്ടുപിടിച്ചു എന്നുള്ള രീതിയിലായിരിക്കില്ല ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻസ് വരുന്നത്. അടുത്തത് തിയറീസ് ഓഫ് ലേണിംഗ്, മെച്ചുറേഷൻ ആൻഡ് ലേണിംഗ്, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ലേണിംഗ്, ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ്, ക്ലാസ് റൂം ഇംപ്ലിക്കേഷൻ. അടുത്തത് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ലേണിംഗ്, മോട്ടിവേഷൻ, ഇന്റലിജൻസ്, ഇൻട്രസ്റ്റ്, അറ്റൻഷൻ, ആറ്റിറ്റ്യൂഡ്, ആൻസൈറ്റി, ലെവൽ ഓഫ് ആസ്പിരേഷൻ, മെമ്മറി, ലേണിംഗ് കണ്ടെക്സ്റ്റ്, കണ്ടന്റ് ഓഫ് ലേണിംഗ്, ലേണർ ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ടീച്ചേഴ്സ് റോൾ, ക്രിയേറ്റിവിറ്റി, കൺസെപ്റ്റ് ആൻഡ് നാച്ചർ, ഫോസ്റ്ററിംഗ് ക്രിയേറ്റിവിറ്റി, അതുപോലെ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ക്രിയേറ്റീവ് ചിൽഡ്രൻ, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ക്രിയേറ്റിവിറ്റി ആൻഡ് അച്ചീവ്മെന്റ്. അടുത്ത് തിയറീസ് ഓഫ് ലേണിംഗ്. നമ്മൾ ഈ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന ഒരു ഏരിയയാണ് ഈ തിയറീസ് ഓഫ് ലേണിംഗും ഡെവലപ്മെന്റൽ തിയറീസ് എന്ന് പറയുന്നത്. അവ എളുപ്പമാണ് പഠിച്ചു കഴിഞ്ഞാൽ. കാരണം ഇത് കൂടുതലായിട്ടും ഹൈറാർക്കി വെച്ചിട്ടൊക്കെ ചോദിക്കാറുണ്ട്. അപ്പം നമുക്ക് ടെൻഷൻ കാരണം ഇത് മാറിപ്പോകുന്നതാണ്. പ്രിൻസിപ്പിൾസ് ഓഫ് ലേണിംഗ്, കോൺട്രിബ്യൂഷൻസ് ഓഫ് തോണ്ടൈക്ക്, പാവലോവ്, സ്കിന്നർ, കേർട്ട് ലെവിൻ, പിയാഷെ, ബ്രൂണർ, വൈഗോട്സ്കി, ഓസ്ബെൽ, ഗാഗ്നെ, ഗെസ്റ്റാൾട്ട്, കൺസ്ട്രക്റ്റിവിസ്റ്റ് അപ്രോച്ച്, ക്ലാസ് റൂം ഇംപ്ലിക്കേഷൻ. ഇതിൻ്റെയൊക്കെ ക്ലാസ് റൂം ഇംപ്ലിക്കേഷൻ. ഇനി അടുത്തത് ചിൽഡ്രൻ വിത്ത് സ്പെഷ്യൽ നീഡ്സ്, ഗിഫ്റ്റഡ്, ബാക്ക്വേർഡ്, മെന്റലി ചാലഞ്ച്ഡ്, ഫിസിക്കലി ചാലഞ്ച്ഡ്, ലേണിംഗ് ഡിസേബിൾഡ് സ്റ്റുഡൻസ്, ലേണിംഗ് ഡിസബിലിറ്റീസ്, പ്രോബ്ലംസ് ആൻഡ് ചാലഞ്ചസ്, ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ. ഇതൊക്കെയാണ് നമുക്ക് അവിടെ കാണാൻ പറ്റുക. ഇപ്പം 40 മാർക്കിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ കഴിഞ്ഞു. ഇനി ഒരു 30 മാർക്കിന്റെ വരും. നിങ്ങൾ നോക്കൂ, നിങ്ങൾക്ക് പഠിക്കേണ്ട സൈക്കോളജിയുടെ 40 മാർക്ക് വരുന്നത് ഇത്രയും ഭാഗങ്ങളിൽ നിന്നാണ്. ഇനി അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ആയിട്ടുള്ള 30 മാർക്കിന്റെ നിങ്ങൾക്ക് ഇവിടെ എന്താണ് ചോദിക്കുന്നതെന്ന് കാണാം. ഓക്കെ, 30 മാർക്ക്. മലയാളം അധികവും നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ മലയാളത്തിൽ അപ്ലൈ ചെയ്യാതിരിക്കുക, ഇംഗ്ലീഷിൽ അപ്ലൈ ചെയ്യുക. നിങ്ങൾക്ക് ബേസിക് ഇംഗ്ലീഷ് നോളജ് എന്തായാലും ഉണ്ടായിരിക്കും. അത്രയും മതി നമുക്ക് ആ ഒരു ലാംഗ്വേജിന്റെ പേപ്പർ സോൾവ് ചെയ്യാൻ. നിങ്ങൾ മലയാളം എടുത്ത് ബുദ്ധിമുട്ടരുത്. മലയാളമാണെങ്കിൽ അവധാരണം,
പദ്യവും ഗദ്യവും ഉണ്ടായിരിക്കും, അതായത് പാരഗ്രാഫ്, അതുപോലെ തന്നെ പോയം തന്നിട്ട് അതിനെക്കുറിച്ച് എഴുതാൻ. ആശയവിനിമയം, വാക്യശുദ്ധി, അർത്ഥബോധത്തോടെയുള്ള ഫലപ്രദോദം, പദപ്രയോഗം, പദബോധം, ഭാഷ പ്രയോഗിക്കാനുള്ള കഴിവ്, ശൈലികൾ, പഴഞ്ചൊല്ലുകൾ, പ്രയോഗങ്ങൾ എന്നിവ അർത്ഥബോധത്തോടെ ഉചിതമായി അവതരിപ്പിക്കുക. ഇതൊക്കെയാണ് വരുന്നത്. നമ്മൾ മലയാളം കൂടുതൽ പോയി കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടായിരിക്കും, കാരണം ഗ്രാമറൊക്കെ വരും. അപ്ലൈ ചെയ്യുമ്പോൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇതൊരിക്കലും, അല്ലെങ്കിൽ ബെറ്റർ ഇംഗ്ലീഷ് ചെയ്യുന്നതായിരിക്കും നമുക്ക് നല്ലത്. ഇനി ഇംഗ്ലീഷിന്റെ 30 മാർക്കിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ അവിടെ വരുന്നത് കോംപ്രിഹെൻഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കോംപ്രിഹെൻഷൻ 10 മാർക്കിന് വരും. എലമെന്റ്സ് ഓഫ് ലാംഗ്വേജ്, അതിൽ ഗ്രാമർ കാര്യങ്ങളെല്ലാം വരും. ഓക്കെ. ഇനി അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ ബേസ്ഡ് ചോദ്യങ്ങളും വരും. ഓക്കെ. ഇത് സാധാരണയായിട്ട് ഒരു PSC പരീക്ഷ എഴുതി പരിചയമുള്ള ആളാണെങ്കിൽ ഏതൊക്കെ തരത്തിൽ ചോദ്യം വരുന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും. കോംപ്രിഹെൻഷൻ എന്ന് പറയുന്ന ഒരു പാസേജിൽ 10 മാർക്കിനിൽ ചോദിക്കുമ്പോൾ എന്തൊക്കെ ചോദിക്കും? 2 പാസേജസ് വരും. ഡിസ്കസീവ് ആയിരിക്കാം, ലിറ്റററി അല്ലെങ്കിൽ നറേറ്റീവ് അല്ലെങ്കിൽ സയന്റിഫിക് ആയിരിക്കാം. ആ ഒരു പാസേജിൽ നിന്നുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നിങ്ങൾ ആൻസർ ചെയ്യേണ്ടി വരിക. അപ്പോൾ 10 മാർക്ക് കിട്ടാൻ അവിടെ എളുപ്പമാണ്. ഇനി എലമെന്റ്സ് ഓഫ് ലാംഗ്വേജ്, ഇവിടെയാണ് നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടുക. എന്തൊക്കെ വരും? വൊക്കാബുലറി, അതിൽ ആന്റോണിംസ് ആൻഡ് സിനോണിംസ് വരും, ഫോറിൻ വേർഡ്സ് വരും, കൺഫ്യൂസിംഗ് വേർഡ്സ് വരും, വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ആൻഡ് സ്പെല്ലിംഗ് വരും. ഇപ്പൊ എലമെന്റ്സ് ഓഫ് ലാംഗ്വേജ് കുറച്ചും കൂടെ ശ്രദ്ധിക്കണം, എന്നാലും നമുക്കത് എളുപ്പമായിട്ട് വരും. ഗ്രാമർ വരും, സെന്റൻസ് സ്ട്രക്ചർ, ഫ്രേസ്, ക്ലോസ്, ട്രാൻസ്ഫോർമേഷൻ ഓഫ് സെന്റൻസ്, ടെൻസ്, കോൺകോർഡ്, പ്രിപ്പോസിഷൻ, പാസിവേഷൻ, റിപ്പോർട്ടിംഗ്, ഇത്രയും വരും. അടുത്തത് കമ്മ്യൂണിക്കേറ്റീവ് ഫങ്ഷൻസ്. കമ്മ്യൂണിക്കേഷനിൽ നിന്ന് ആസ്കിംഗ് ഫോർ സംതിങ്, സീക്കിംഗ് പെർമിഷൻ, ഡയലോഗ് റൈറ്റിംഗ്, കോൺട്രാക്റ്റഡ് ഫോം ലൈക്ക് ഐ വുഡ്, ഐ വിൽ, വി വിൽ, ഇങ്ങനത്തെ ഉള്ളത്, സ്പോക്കൺ ആൻഡ് റിട്ടൺ ഫോംസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഇങ്ങനെയുള്ള 30 ചോദ്യങ്ങളും നിങ്ങൾക്ക് വരും. അപ്പോൾ സൈക്കോളജിയുടെ ഒരു 40 മാർക്ക്, ഇംഗ്ലീഷിൽ നിന്ന് അല്ലെങ്കിൽ മലയാളത്തിൽ നിന്നുള്ള ഒരു 30 മാർക്ക്, 70 മാർക്കായി. ഇനിയാണ് കാറ്റഗറി 3യിലെ കുട്ടികൾ പാസ് ആവാതിരിക്കാനുള്ള പഠിക്കാത്ത, ശ്രദ്ധിക്കാത്ത ഏരിയ, നമ്മുടെ കോർ ഏരിയ എന്ന് പറയുന്നത്. എനിവേ, പെഡഗോഗിയുടെ സിലബസ് നമുക്ക് വെച്ച് തുടങ്ങാം. അതായത് 80 മാർക്കിൽ നമുക്ക് ലിറ്ററേച്ചർ ആൻഡ് പെഡഗോഗി ചോദിക്കും. ഫൈൻ. 80 മാർക്കിൽ ലിറ്ററേച്ചർ ആൻഡ് പെഡഗോഗി ചോദിക്കും. അതിൽ 20 മുതൽ 25 മാർക്ക് വരെ ആയിരിക്കും മാക്സിമം നമ്മൾക്ക് പെഡഗോഗിയിൽ നിന്ന് ചോദ്യം ചോദിക്കുക. 20 മാക്സിമം ആണ് പറയുന്നത്, 28, 25. അപ്പോൾ ബാക്കി എത്ര ഉണ്ടായിരിക്കും? 80 ചോദ്യങ്ങളിൽ 60 ടു 65 ചോദ്യങ്ങൾ ലിറ്ററേച്ചറിൽ നിന്നാണ് വരിക. ഒരു നിവർത്തിയുമില്ല ലിറ്ററേച്ചർ പഠിക്കാതെ. ഓക്കെ. നമ്മൾ ലിറ്ററേച്ചർ പഠിക്കുന്ന ഇംഗ്ലീഷ് സ്റ്റുഡൻസ് ആണ്, നമുക്ക് ലിറ്ററേച്ചർ പഠിച്ചേ മതിയാവുള്ളൂ. പെഡഗോഗിയുടെ സിലബസ് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഒബ്ജക്റ്റീവ്സ് ഓഫ് ടീച്ചിങ് ഇംഗ്ലീഷ്, പ്രിൻസിപ്പിൾസ് ആൻഡ് മെത്തേഡ്സ് ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ടീച്ചിങ്, കമ്മ്യൂണിക്കേറ്റീവ് അപ്രോച്ച്, SOS അപ്രോച്ച് കൂടുതൽ വരുന്നു, ബൈലിംഗ്വൽ മെത്തേഡ്, ഹ്യൂമനിസ്റ്റിക് അപ്രോച്ചസ്, ലേണർ അസസ്മെന്റ് അല്ലെങ്കിൽ CCE എന്ന് പറയുന്ന മേഖലകളിൽ നിന്നൊക്കെ ഇത് വരും. ഇതൊന്നുമല്ല KCF, NCF, അതുപോലെ തന്നെ നമ്മുടെ എഡ്യൂക്കേഷൻ തിയറീസ്, എഡ്യൂക്കേഷൻ ബോർഡ്സ് എല്ലാം ഇതിൽ വരും. എന്തൊക്കെയുണ്ടോ ആ ഒരു പെഡഗോഗിയുടെ ഭാഗത്തുനിന്ന് ELT, CCL എല്ലാം ഇതിൽ വരുന്നതാണ്. ഫൈൻ. അടുത്താണ് നമ്മുടെ പ്രധാനപ്പെട്ട 60 മാർക്കോളം ചോദിക്കുന്ന നമ്മളുടെ സബ്ജക്റ്റ് ഏരിയ വരുന്നത് ലിറ്ററേച്ചർ. എൻ്റെ ഏരിയ വരുന്നത്, ഓക്കെ, നിങ്ങൾ എൻ്റെ വീഡിയോസ് കണ്ടിട്ടുണ്ടായിരിക്കും. കണ്ടിട്ടില്ലെങ്കിൽ ഈ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുള്ള, നിങ്ങളിപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സൈഡിൽ ഒരു പ്ലേലിസ്റ്റ് ഉണ്ടായിരിക്കും. നമ്മൾ പാട്ടൊക്കെ കേൾക്കാൻ പ്ലേലിസ്റ്റ് എടുക്കില്ലേ, അതുപോലെ പ്ലേലിസ്റ്റ് ഉണ്ടായിരിക്കും. ആ പ്ലേലിസ്റ്റിൽ എന്ത് ചെയ്യാം? ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. താഴത്തേക്ക് കുറേ അധികം വീഡിയോസ് ഞാൻ ലിറ്ററേച്ചറുമായി ബന്ധപ്പെട്ട് ചെയ്തിട്ടിട്ടുണ്ട്. യു ക്യാൻ ലേൺ. ഓക്കെ. ഇഷ്ടം പോലെ വീഡിയോസ് ഉണ്ട്. സെറ്റുമായിട്ടും കേട്ടറ്റുമായിട്ടും നെറ്റുമായിട്ടും ഒക്കെ ചെയ്യുന്ന വീഡിയോസ് ഈ പ്ലേലിസ്റ്റിൽ ഉണ്ടായിരിക്കും. യു ക്യാൻ ജസ്റ്റ് വാച്ച്. ഓക്കെ. സോ ലിറ്ററേച്ചറായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സിലബസിലേക്ക് പോകുമ്പോൾ ഏർലി ലിറ്ററേച്ചർ, അതായത് ഓൾഡ് ഇംഗ്ലീഷ് തൊട്ട് വരും. ഓൾഡ് ഇംഗ്ലീഷ്, ചോസർ ആൻഡ് ഹിസ് കണ്ടംപററീസ്, വിച്ച് മീൻസ് മിഡിൽ ഇംഗ്ലീഷ്, ലേറ്റർ മിഡിൽ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. അത് കഴിഞ്ഞാൽ റിനൈസൻസ് പീരീഡിലേക്ക് വരും. അതായത് 14ാമത്തെയും 15ാമത്തെയും നൂറ്റാണ്ട്. എലിസബത്തൻ പ്രോസ്, എലിസബത്തൻ ഇറ വരും, എലിസബത്തൻ പ്രോസ് വരും. അതുപോലെ ഡ്രാമ പ്രീവിയസ് ടു ഷേക്സ്പിയർ. അപ്പൊ 1450 അല്ലെങ്കിൽ 1400 മുതൽ 1550, 1600 വരെയുള്ള കാലഘട്ടവും വരും. അത് കഴിഞ്ഞാൽ ഷേക്സ്പിയർ തൊട്ട് മുന്നിലേക്ക്, ആൻഡ് ദ ലേറ്റർ ഡ്രാമാറ്റിസ്റ്റ്, ഷേക്സ്പിയർ തൊട്ട് മുന്നിലുള്ള എല്ലാ ഡ്രാമാറ്റിസ്റ്റുകളും, അതായത് 1600 മുതൽ ഇങ്ങോട്ടുള്ള മുഴുവൻ കാലവും.
പോയട്രി ഫ്രം സ്പെൻസർ ടു റെസ്റ്റോറേഷൻ 1630 മുതൽ ഒരു 1660 ശേഷമുള്ള കാലം. ദ റെസ്റ്റോറേഷൻ പോയട്രി, ഡ്രാമ ആൻഡ് പ്രോസ്. റെസ്റ്റോറേഷൻ പോയട്രി 1660 തൊട്ട് മുമ്പിലേക്കുള്ള കാലഘട്ടം. ഓഗസ്റ്റൻ നോവൽ 1700 തൊട്ട് മുന്നിലേക്കുള്ള കാലം. നോവൽ മാത്രമല്ല പ്രോസും വരും. റൈറ്റേഴ്സ് ഓഫ് ദ 18th സെഞ്ചുറി, ദ റൊമാൻറ്റിക് മൂവ്മെന്റ് 1700 തൊട്ട് 1800 വരെയുള്ള കാലഘട്ടവും. ലേറ്റർ റൊമാൻറ്റിക് മൂവ്മെന്റ്, അതിന് മുൻപ് അപ്പോൾ നിയോ ക്ലാസിക്കൽ ഏജ് വരും, അതുപോലെ പ്രീ റൊമാൻറ്റിക്സ് വരും, പിന്നെ റൊമാൻറ്റിക് മൂവ്മെന്റ് വരും. റൊമാൻറ്റിക് കുറെ വലിയ ഏരിയ ആണ്, നിങ്ങൾക്കറിയാം. early 19th സെഞ്ചുറി പോയറ്റ്സ് 19th സെഞ്ചുറി പോയറ്റിലേക്ക് വരും. ദ നോവൽ ഇൻ ദ ലേറ്റർ 18th സെഞ്ചുറി ആൻഡ് ഏർലിയർ 19th സെഞ്ചുറി, അതായത് 1700 ശേഷം 1800 ശേഷം ഉള്ള കാലഘട്ടം, അതായത് റൊമാൻറ്റിക് മൂവ്മെന്റിനും ശേഷമുള്ള കാലഘട്ടത്തിലെ റൈറ്റേഴ്സ്. വിക്ടോറിയൻ പോയട്രി, വിക്ടോറിയൻ ഇറ, നോവൽ, ഡ്രാമ, വലിയ ഏരിയ ആണ്. ഓക്കെ. എലിസബത്തൻ പീരീഡ് പോലെ തന്നെ ഏറ്റവും വലിയൊരു എറയായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റുന്നത് വിക്ടോറിയൻ എറയാണ്. അവിടെ നോവൽ, ഡ്രാമ, പോയട്രി എല്ലാം വരുന്നുണ്ട്. എല്ലാം അർണോൾഡിനെ പോലെയുള്ള ആൾക്കാരൊക്കെ അവിടെ വരുന്നുണ്ട്. അതിനുശേഷം 1900 തുടങ്ങുന്ന തൊട്ട് 20th സെഞ്ചുറി ലിറ്ററേച്ചർ എവിടെ വേണമെങ്കിലും ചോദിക്കാം. എലിയറ്റ് വരാം. അതൊക്കെ കുറച്ച് ആൾക്കാരുടെ പേര് മാത്രമാണ് ഞാനിപ്പോൾ പറയുന്നത്. എസ്ര പോണ്ട് വരാം, ചാൾസ് ഡിക്കൻസ് മുമ്പിലത്തെ ഏജിലുള്ള ആൾ വരാം. പിന്നെ മേജർ തീംസ് ഇൻ മോഡേൺ ആൻഡ് പോസ്റ്റ് മോഡേൺ ലിറ്ററേച്ചർ, ഫെമിനിസ്റ്റ് ലിറ്ററേച്ചർ, 3 വേവ്സ് വരാം. ആ ഫെമിനിസ്റ്റ് ലിറ്ററേച്ചറിൽ തന്നെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. മേജർ ഇന്ത്യൻ റൈറ്റേഴ്സ് ഇൻ ഇംഗ്ലീഷ് വരാം. ഇന്ത്യൻ റൈറ്റേഴ്സ് ആണ്. അപ്പൊ ഇന്ത്യൻ റൈറ്റേഴ്സിനെ കുറിച്ച് നമ്മൾ പഠിക്കണം. ഓക്കെ. ബേസിക് കൺസെപ്റ്റ്സ് ഇൻ ഫിലിം സ്റ്റഡീസ്, മീഡിയ സ്റ്റഡീസ്, ട്രാൻസ്ലേഷൻ സ്റ്റഡീസ് എല്ലാം. ഇതൊരു പുതിയ ഏരിയ ആണ്. സിലബസിൽ അധികം ഇതുവരെ ഒന്നും ചോദിച്ചു കണ്ടിട്ടില്ല. ഭാഗ്യമുണ്ടെങ്കിൽ ഇനി തൊട്ട് അത് ചോദിക്കാനും തുടങ്ങും. ഫോണറ്റിക്സ്, ഹിസ്റ്ററി ആൻഡ് സ്ട്രക്ചർ ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ്, ഫോണോളജി, മോർഫോളജി, ഫേസ് സ്ട്രക്ചർ, ഗ്രാമർ, ഇത്രയും. മോഡേൺ ഗ്രാമർ ആൻഡ് യൂസേജ്, ടെൻസ്, ആസ്പെക്ട്, ട്രാൻസ്ഫോർമേഷൻ ഓഫ് സെന്റൻസ്, റിപ്പോർട്ടിംഗ്, പാസിവേഷൻ, ഇത്രയും. ഓക്കെ. നിങ്ങളുടെ 65 ചോദ്യം വരുന്നത് ഈ ഞാൻ 1-2 മിനിറ്റ് കൊണ്ട് വായിച്ച് തീർത്ത ഈ ഒരു സിലബസിൽ നിന്നാണ്. വിച്ച് മീൻസ് നിങ്ങളുടെ പാസ്സാവാനുള്ള ഏറ്റവും കൂടുതൽ മാർക്ക് ഇരിക്കുന്നത് ഈ ഏരിയയിൽ നിന്നാണ്. ഓൾഡ് ഇംഗ്ലീഷ് തൊട്ട് ഇപ്പൊ കറണ്ട് സിനാരിയോയിൽ വരുന്ന നോബൽ പ്രൈസ് വരെയുള്ള എല്ലാ ചോദ്യങ്ങളും ചോദിക്കുന്നത് ഇവിടെ നിന്നായിരിക്കും. അതാണ് ലിറ്ററേച്ചറിന്റെ വാസ്റ്റ്നെസ് എന്ന് പറയുന്നത്. ഇതിലും കൂടുതലാണ് ഇപ്പൊ നിങ്ങൾ എൻ്റെ സെറ്റിന്റെ വീഡിയോസ് കാണുകയാണെങ്കിൽ അത് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവും. അതിന് ഞാനൊരു എക്സ്പ്ലനേഷൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. സെറ്റിന്റെ സിലബസ്, നിങ്ങൾക്ക് അത് താല്പര്യമുണ്ടെങ്കിൽ അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ജസ്റ്റ് നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ജസ്റ്റ് പോവുക. അവിടെ സെറ്റിന്റെ സിലബസ് ഞാൻ കൊടുക്കുന്നുണ്ട്, അത് നിങ്ങൾക്ക് കാണാം. ഇനിയും ഒരു 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 30 ദിവസത്തിനടുത്ത് സെറ്റിന് പഠിക്കാനുണ്ട്. പിന്നെ നിങ്ങൾക്ക് കഴിഞ്ഞ 6 മാസം അല്ലെങ്കിൽ ഒരു വർഷം മുന്നേ ഉണ്ടായിരുന്ന പരീക്ഷകളുടെ കേട്ടറ്റ് കാറ്റഗറി 3 എക്സാംസിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ, അതായത് ആൻസർ ഡിസ്കഷൻ കാണുന്നുണ്ടെങ്കിൽ ആ ലിങ്കുകളും ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ പോയിട്ട് ഡയറക്റ്റ് നിങ്ങൾ ആ വീഡിയോസ് നിങ്ങൾക്ക് കണ്ട് പഠിക്കാം. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മിനിമം ചെയ്യണം. നിങ്ങൾക്ക് ജയിക്കാനുള്ള മാർക്ക് എന്ന് പറയുന്നത് 82 റിസർവേഷൻ കാറ്റഗറി ആണെങ്കിൽ, 90 ജനറൽ കാറ്റഗറി ആണെങ്കിൽ. അപ്പോൾ ഈ ഒരു മാർക്ക് ഇല്ലാതെ നിങ്ങൾ മുന്നിലേക്ക് പോയിട്ട് കാര്യമില്ല. ലിറ്ററേച്ചർ പഠിക്കാതെ നിങ്ങൾക്ക് കേട്ടറ്റ് കാറ്റഗറി 3 ഇംഗ്ലീഷ് പാസ്സാവില്ല. ഇപ്പൊ മലയാളമാണ് കേട്ടറ്റ് കാറ്റഗറി 3 ഉണ്ടെങ്കിൽ മലയാള സാഹിത്യം പഠിച്ചേ പറ്റുള്ളൂ. കേട്ടറ്റ് കാറ്റഗറി 3 ഫിസിക്കൽ സയൻസ് ആണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള സബ്ജക്ട് നോളജ് ഉണ്ടെങ്കിലേ നിങ്ങൾ പാസ്സാവൂ. സോ അതുകൊണ്ടാണ് പറയുന്നത് ലിറ്ററേച്ചർ ഈസ് സോ ഇമ്പോർട്ടൻറ്റ്. റൈറ്റ്. ഇനി എങ്ങനെ ഇത് മാർക്ക് വാങ്ങാം? സൈക്കോളജി 40 മാർക്കിലാണ് ചോദ്യം, മലയാളം 30-ലാണ്, പെഡഗോഗി പ്ലസ് ലിറ്ററേച്ചർ 80 മാർക്കാണ് വരുന്നത്. നിങ്ങൾ മാക്സിമം സ്കോർ ലിറ്ററേച്ചറിൽ സ്കോർ ചെയ്യുകയാണെങ്കിൽ യു വിൽ പാസ് ദ എക്സാം. അങ്ങനെയാണല്ലോ നമ്മൾ പറയാറുള്ളത്. സെറ്റിനായാലും നെറ്റിനായാലും നിങ്ങളുടെ പേപ്പർ 1 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ കാറ്റഗറി 3ക്ക് നിങ്ങളുടെ സബ്ജക്റ്റ് നോളജ് ആണ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ. അതിലൊരിക്കലും വ്യത്യാസം വരില്ല. കാരണം 80 മാർക്കിനുള്ള ചോദ്യങ്ങൾ നിങ്ങളുടെ സബ്ജക്റ്റ് ഏരിയയിൽ നിന്നാണ് വരുന്നത്. മിനിമം നിങ്ങൾ ഒരു 60 മാർക്കിനടുത്ത് സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള എത്രയും കുറച്ച് മാർക്ക് മാത്രം മതി സൈക്കോളജിയിലും ഇംഗ്ലീഷിലും. ഓക്കെ.
സൈക്കോളജി ഇംഗ്ലീഷും മാർക്ക് കൂടുതൽ കിട്ടുകയാണെങ്കിൽ പിന്നെ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിന് അത്രയും മാർക്ക് കുറഞ്ഞാലും കുഴപ്പമില്ല. എന്നിരുന്നാലും നമ്മളുടെ സബ്ജക്റ്റ് ഏരിയയിൽ നിന്ന് കൂടുതൽ മാർക്ക് കിട്ടുമ്പോൾ നമുക്കൊരു ആത്മവിശ്വാസം ഉണ്ടാവും. അതുകൊണ്ടാണ് ലിറ്ററേച്ചറിന് അത്രയും കൂടുതൽ മാർക്ക് കൊടുത്തിട്ട്. ഇത് ലിറ്ററേച്ചറിന്റെ കാര്യം മാത്രമല്ല, നേരത്തെ പറഞ്ഞ പോലെ മലയാള സാഹിത്യമാണെങ്കിലും അവർക്ക് 80 മാർക്കിന് അത് എഴുതിയേ പറ്റുള്ളൂ. ഓക്കെ. ഇനി ഈ ഒരു 60 to 75 മാർക്ക് വരെ എങ്ങനെ വാങ്ങിക്കാം? ഹിസ്റ്ററി ഓഫ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ നിങ്ങൾ പഠിച്ചിരിക്കണം. അപ്പൊ ഹിസ്റ്റോറിക്കൽ ഇവന്റ്സ് മുഴുവൻ, രാജാക്കന്മാര്, യുദ്ധം, രാജ്ഞിമാര് എല്ലാം പഠിക്കണം. ലിറ്ററേച്ചർ മേജർ പീരീഡ്സ്, ഓരോ പീരീഡിലും വരുന്ന ഓരോ കാര്യങ്ങൾ പഠിക്കണം. 1660 എന്ത് സംഭവിച്ചു, 1648 സംഭവിച്ചു, ഇത് ഒരു ഏജ് മാത്രമാണ്. 1851 എന്ത് സംഭവിച്ചു, ഇതൊക്കെ അവിടെ വരുന്ന ഓരോരോ ഏരിയാസ് ആണ്. ഈ ഓരോ ഏരിയാസിലും ഓരോ രാജാക്കന്മാരെയും ഓരോ റൈറ്റേഴ്സിനെയും അവരുടെ ഓരോ വർക്കുകളെയും നമ്മൾ പഠിക്കണം. അതിന്റെ പേരെങ്കിലും അറിഞ്ഞിരുന്നാലേ രക്ഷയുള്ളൂ. റൈറ്റ്. അത് അറിയാത്തത് കാരണമാണ് നമുക്ക് ഈ 90-ലേക്ക് മാർക്ക് എത്താത്തത്. കാരണം കൂടുതൽ അറിഞ്ഞു കഴിഞ്ഞാൽ 90 മാർക്ക് ക്രോസ് ചെയ്യാൻ എളുപ്പമാണ്. അത് മാത്രം പോരാ, ലിറ്റററി ക്രിറ്റിസിസം പഠിക്കണം, തിയറീസ് പഠിക്കണം, മൂവ്മെന്റ്സ് പഠിക്കണം, എല്ലാം ഇതിൽ വരും. അതിന്റെ കൂടെ നമ്മൾ ഈ പറഞ്ഞ പെഡഗോഗി എന്ന് പറയുന്ന ഏരിയ നിങ്ങൾ അത് പഠിച്ചേ മതിയാവുള്ളൂ. ഇത്രയും ഏരിയ ഫോക്കസ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 60 മാർക്കിന് അടുത്ത് കിട്ടും. കിട്ടും എന്നുള്ള കാര്യം ഞാൻ ഉറപ്പ് തരാം. ബിക്കോസ് ഞാൻ കഴിഞ്ഞ ബാച്ചിനെ പഠിപ്പിച്ച് മിക റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റിയതാണ്. ആ റിസൾട്ട് ഞാൻ കാണിക്കുന്നതായിരിക്കും. സോ ലിറ്ററേച്ചർ പഠിക്കാതെ കാറ്റഗറി 3 ഇംഗ്ലീഷ് പാസ്സാവുമെന്ന് വിചാരിക്കരുത്. നിങ്ങൾക്ക് ലിറ്ററേച്ചർ ആണ് ഇതിന്റെ ബേസ് എന്ന് പറയുന്നത്. അതിന്റെ കൂടെ സൈക്കോളജിയും ഇംഗ്ലീഷും വരും, അല്ലെങ്കിൽ മലയാളവും വരും. അതിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ലിറ്ററേച്ചർ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത്. റൈറ്റ്. ഇനി ഏതൊക്കെ ഏരിയാസ് കൂടുതൽ പഠിക്കാം? ഓൾഡ് ടു മോഡേൺ പീരീഡ് പഠിക്കണം, ഓൾഡ് ഇംഗ്ലീഷ് പഠിക്കണം, ഓൾഡ് ഇംഗ്ലീഷിലെ വർക്കുകൾ പഠിക്കണം, മിഡിൽ ഇംഗ്ലീഷ് പഠിക്കണം, സോസർ ടു മോഡേൺ റൈറ്റേഴ്സ് വരെ നിങ്ങൾ പഠിക്കണം. എല്ലാം അറിഞ്ഞിരുന്നാൽ തന്നെ കുറച്ച് ബെറ്റർ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. മേജർ പോയറ്റ്സ്, ഡ്രമാറ്റിസ്റ്റ്, നോവലിസ്റ്റുകൾ നിങ്ങൾ പഠിക്കണം. അതിൽ ഷേക്സ്പിയർ തൊട്ട് വേർഡ്സ്വർത്ത് തൊട്ട് ഏലിയറ്റ് തൊട്ട് വിർജീനിയ വുൾഫ് തൊട്ട് എല്ലാവരും ഉണ്ടായിരിക്കും. മൂവ്മെന്റ്സുകൾ പഠിക്കണം. റിനൈസൻസ് മൂവ്മെന്റ് എന്താണെന്ന് പഠിക്കണം, റൊമാൻറ്റിസം എന്താണെന്ന് പഠിക്കണം, വിക്ടോറിയനിസം എന്താണെന്ന് പഠിക്കണം, മോഡേണിസം എന്താണെന്ന് പഠിക്കണം, റോണേഴ്സ് പഠിക്കണം, അല്ലെങ്കിൽ ജേണേഴ്സ് പറയണം, പോയിട്രി, ഡ്രാമ, നോവൽ, പ്രോസ്, എസ്സെ എല്ലാം. കോമൺവെൽത്ത് ആൻഡ് വേൾഡ് ലിറ്ററേച്ചർ, അച്ചബെ, അല്ലെങ്കിൽ ആഫ്രിക്കൻ റൈറ്റേഴ്സ്, ഓസ്ട്രേലിയൻ റൈറ്റേഴ്സ്, കനേഡിയൻ റൈറ്റേഴ്സ് എല്ലാം. ആറ്റ്വുഡിനെ പഠിക്കണം, ന്യൂഗി വാ തിയോങ്ങിനെ പഠിക്കണം. ദീസ് ആർ ജസ്റ്റ് നെയിംസ്, ഐ നോ. ഇതൊക്കെ ജസ്റ്റ് പേരുകളാണെങ്കിലും ഇതൊക്കെ ഇതിൽ ഉൾപ്പെടുന്നതാണ് എന്നുകൊണ്ടാണ് ഞാൻ പറയാൻ കാരണം. റൈറ്റ്. അടുത്തൊരു കേട്ടറ്റ് എക്സാം ഒന്നും വിളിച്ചിട്ടില്ല, പക്ഷെ അധികം വൈകാതെ വരാൻ സാധ്യതയുണ്ട്. ഈ സെറ്റിന്റെ ഒരു തിരക്ക് കഴിയുമ്പോഴേക്കും അടുത്ത കേട്ടറ്റ് എക്സാം എന്തായാലും സ്റ്റാർട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. കാരണം ഓൾറെഡി പെൻഡിങ്ങിലാണ്, അല്ലെങ്കിൽ ഡിലേഡ് ആണ് എക്സാം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡിസംബറിലോ അല്ലെങ്കിൽ ജനുവരി ആയിട്ട് അടുത്ത എക്സാം വരണം. കാരണം 2 വർഷമാണ്. ഇപ്പോൾ ഇൻ സർവീസ് ടീച്ചേഴ്സ് കാണുന്നുണ്ടെങ്കിൽ ദിസ് ഇസ് ഫോർ യു ഓൾസോ. 2 വർഷമാണ് നമ്മുടെ മുമ്പിൽ ഉള്ളത്. അതിലൊരു 6 മാസത്തിന്റെ പരീക്ഷ കഴിഞ്ഞു. ഇനി ഒരു 1.5 വർഷമാണ് മാക്സിമം നമ്മുടെ മുമ്പിൽ ഉള്ളത്. റൈറ്റ്. ആ കാലഘട്ടത്തിനുള്ളിൽ ഈ പരീക്ഷ വന്നുകൊണ്ടേയിരിക്കണം. അത് ഡിലേ ആവാനും സാധിക്കില്ല. ഇനി കേഡറ്റ് കാറ്റഗറി 3 വേണ്ടി നമ്മൾ സിലബസ് അക്കാഡമി ക്ലാസ്സസ് തുടങ്ങാൻ പോകുന്നുണ്ട്. നമ്മൾ ടീച്ചേഴ്സ് നെറ്റ് സെറ്റ് ക്വാളിഫൈഡ് ആയിട്ടുള്ള ടീച്ചേഴ്സ് മാത്രമാണ് ഇതിൽ പഠിപ്പിക്കുന്നത്. ഞാനും നെറ്റ് പാസ്സായ ടീച്ചേഴ്സും ആയിരിക്കും ഇതിൽ പഠിപ്പിക്കുക. റൈറ്റ്. ക്വാളിറ്റി എഡ്യൂക്കേഷൻ മാത്രമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ബാച്ച് തുടങ്ങിയാലും 10-100 ആൾക്കാരെ ഒന്നും എടുത്ത് കുറേ ആൾക്കാരുടെ നിന്ന് പൈസ വാങ്ങിയിട്ട് കുറേ ആൾക്കാരെ ജസ്റ്റ് പാസ്സാകുന്ന പരിപാടിയല്ല. എന്താണ് പറയുക, ചുരുങ്ങിയ ലിമിറ്റഡ് സീറ്റ്സ് മാത്രമേ നമ്മൾ തുറക്കുന്നുള്ളൂ. അത് അങ്ങനെ തന്നെ സാധ്യതയുള്ളൂ. Right. എന്തൊക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും? നമ്മളൊരു 40 to 50 ദിവസത്തിന്റെ പക്ക സ്ട്രക്ചർ ചെയ്ത ക്ലാസ് ആയിരിക്കും. നിങ്ങൾക്ക് ക്ലാസ് അനൗൺസ് ചെയ്യുമ്പോൾ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്പർ താഴെ കൊടുക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് അപ്പം ഡീറ്റെയിൽ ആയിട്ട് സമ്മറി പറഞ്ഞു തരുന്നതായിരിക്കും. ലൈവ് ക്ലാസ്സസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. റെക്കോർഡിങ്സ് അവൈലബിൾ ആയിരിക്കില്ല. ഞങ്ങൾക്ക് നിങ്ങളെ ലൈവ് ക്ലാസ്സിൽ മുൻപിൽ കിട്ടണം. അതാ ഞാൻ പറയുന്നത്. ഒരു 10-12 പേരെ മാത്രമേ ഞങ്ങൾ ഇൻടേക്ക് ചെയ്യുള്ളൂ. അവരെ പാസ്സാക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഉദ്ദേശം. 100 പേരെ എടുത്ത് അതിൽ 20 പേരെ എങ്ങനെയെങ്കിലും പാസ്സാവുന്ന പരിപാടിയല്ല ഇത്. ദിസ് ഈസ് നോട്ട് MNC. എൻട്രി പോലെയോ സൈലം പോലെയോ കോമ്പറ്റേറ്റീവ് ക്രാക്കർ പോലെയോ ഉള്ള ഒരു സ്ഥാപനമല്ല ഇത്. ഇതൊരു സ്ഥാപനം എന്നുള്ളതിലുപരി പഠിപ്പിക്കാൻ താല്പര്യമുള്ള കുറച്ച് ടീച്ചർമാരെ നടത്തുന്ന ഒരു സ്ഥാപനം. അങ്ങനെയാണ് ഞങ്ങൾക്ക് അറിയപ്പെടാൻ താല്പര്യം. അത് ഇംഗ്ലീഷിൽ സെറ്റ്,
നെറ്റ്, സി ടെറ്റ്, MA എന്ത് വേണമെങ്കിലും കഴിഞ്ഞ ആൾക്കാരാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്ര ധൈര്യത്തിൽ പറയുന്നത് വിൽ ഷോ യു അവർ റിസൾട്ട്സ് ഓൾസോ. സോ 40 മുതൽ 50 ദിവസം വരെയുള്ള ഓൺലൈൻ ലൈവ് ക്ലാസ്സസ് ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. യു ഹാവ് ടു കം വിത്ത് എ പെൻ ആൻഡ് പേപ്പർ. ഇരിക്കുക, നമുക്ക് സംസാരിക്കാം, ഡിസ്കസ് ചെയ്യാം, പഠിക്കാം. ഓക്കെ. സിലബസ് ഫുള്ള് നമ്മൾ കവർ ചെയ്യും. നോട്ട്സ് ഉണ്ടായിരിക്കും. നമ്മൾ എങ്ങനെയാണ് ഈ പാസ് ആവേണ്ടത് എന്നുള്ളതും പറഞ്ഞുകൊണ്ടിരിക്കും. ഇന്ററാക്റ്റീവ് സെഷൻസ് ആയിരിക്കും. സീരിയസ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രം ജോയിൻ ചെയ്യാം. കാരണം വന്ന് ഫീ അടച്ച് അതിനുശേഷം എല്ലാ ദിവസവും റിമൈൻഡർ ഇട്ട് നിങ്ങൾ ക്ലാസ്സിൽ ഇന്ന് വന്നില്ല, നമ്മൾ ഈ പോർഷൻ പഠിച്ചു എന്ന് ഞങ്ങൾക്ക് അങ്ങോട്ട് പറയേണ്ട ഉത്തരവാദിത്തമുള്ള സ്റ്റുഡൻസിനെ എടുക്കില്ല. താല്പര്യമുള്ളവർ മാത്രം ഫീ അടയ്ക്കാം. ഇപ്പൊ ഞങ്ങൾ ജസ്റ്റ് അനൗൺസ് ചെയ്യുന്നു എന്ന് മാത്രം. ക്ലാസ് ഒന്നും തുടങ്ങിയിട്ടില്ല. ഓക്കെ. ക്ലാസ് തുടങ്ങുമ്പോൾ മാത്രമേ പറയുള്ളൂ. ഇനി ഒരാളെ ഈ ക്ലാസ്സിൽ വന്നിട്ടുള്ളൂ എങ്കിൽ പോലും ഞങ്ങൾ ക്ലാസ് എടുക്കും. സോ ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു പൈസ ഉണ്ടാക്കാനുള്ള മാർഗമായിട്ടല്ല ഞങ്ങൾ കാണുന്നത്. ഞങ്ങൾ പൈസ വാങ്ങുന്നുണ്ട്, യെസ്. പക്ഷെ ഉള്ള ആൾക്കാർ പാസ്സാവണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. റൈറ്റ്. സോ സിലബസ് നല്ലോണം നോക്കുക, നന്നായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. അത് മാത്രമേ മുമ്പിൽ എളുപ്പമുള്ള വഴി. പഠിക്കുകയാണ് എളുപ്പമുള്ള വഴി. റൈറ്റ്. അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും കൂടുതൽ കാര്യങ്ങൾ, കൂടുതൽ വീഡിയോസ് കാണാൻ ശ്രമിക്കുക. നമ്മളുടെ ഈ പ്ലേലിസ്റ്റ് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. താഴത്തേക്ക് ജസ്റ്റ് എടുത്ത് നോക്കിയാൽ മതി. പ്ലേലിസ്റ്റ് ഒന്ന് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കുറേയധികം വീഡിയോസ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കാണാൻ പറ്റും. ഇഷ്ടം പോലെ വീഡിയോസ് ഉണ്ട്. ഇഷ്ടം പോലെ ഒരു 2 വർഷത്തിന്റെ മെനക്കെട് മുഴുവൻ അതിലുണ്ട്. യു ക്യാൻ ഫ്രീലി വാച്ച്, യു ക്യാൻ ലേൺ, കീപ് ലേണിംഗ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് തീർച്ചയായിട്ടും കാണാം. അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ടോപ്പിക്ക്, ഏതെങ്കിലും ഓതേഴ്സ് അല്ലെങ്കിൽ ഏതെങ്കിലും ഏജ്, ഇതിൻ്റെയൊക്കെ പ്രത്യേക വീഡിയോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് കമൻറ്റ് ചെയ്ത് പറയാം. ഞങ്ങളുടെ ടീം അതിൽ റെഡിയാക്കും. ഓക്കെ. സോ അത് നിങ്ങൾക്ക് കമൻറ്റിൽ പറയാം. ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. പ്രത്യേകിച്ച് ചിലവൊന്നുമില്ല. സോ അടുത്തൊരു വീഡിയോയിൽ കാണാം. ഇഷ്ടമായെങ്കിൽ, ഇതൊന്നും ചെയ്തിട്ടില്ലെങ്കിലും പഠിക്കുന്ന ഒരു കൂട്ടുകാരന് അല്ലെങ്കിൽ കൂട്ടുകാരിക്ക് ഒന്ന് അയച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക. അടുത്തൊരു വീഡിയോയിൽ കാണാം. സെറ്റിൻ്റെ ക്ലാസ്സസ് വി ആർ അപ്ലോഡിങ് ഇറ്റ്. താങ്ക് യു.